ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നേത്യാസ് മാജിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചട്നിയാണ് കേട്ടോ. പീനട്ട് ചട്നിയാണ്. ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ പറ്റിയൊരു ചട്നിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ അരക്കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കപ്പലണ്ടി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. പിന്നെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് ഈ കപ്പലണ്ടിയെക്കാട്ടിലും കൂടി നിൽക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമല്ലിയാണ്. ഞാനിവിടെ 1 സ്പൂൺ പച്ചമല്ലിയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കേട്ടോ. ഇനി അതേ ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വാട്ടിയെടുക്കണം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. കുറച്ച് എരി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടി സാധാ കഴിക്കണ പോലെ ഇരിക്കും. അപ്പോൾ നല്ല എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ചിലർ പുളി ചേർക്കും കേട്ടോ ഈ കപ്പലണ്ടി കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ. പക്ഷെ നമ്മളിവിടെ പുളി ചേർക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഉഴുന്നുപരിപ്പാണ്. 1 സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയല്ലേ, അപ്പോൾ ഇത്ര കട്ടി നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പീനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ വളരെ നല്ലൊരു ചട്നിയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്